ലൈഫിലെടുത്ത് ഏറ്റവും ധീരതയുള്ള ഒരു കാര്യമുണ്ട് കല്യാണം. എനിക്കൊന്നും നമ്മള് മലയാളം ഇൻഡസ്ട്രി കണ്ട ഭയങ്കര ബെസ്റ്റ് കപ്പിൾസിൽ ഒരാളാണ് ഞാൻ. തീർച്ചയായും. എന്താ ആക്ച്വലി എന്റെ സീക്രട്ട് എന്താ? അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രേട്ടനെ ഒരു വൈബ് ഡാഡിയാണോ അല്ലെങ്കിൽ വൈബുള്ള ഡാഡി? ഞാനൊരു വൈബ് ഡാഡിയാണ്. ഇന്ദ്രൻ വൈബ് ഡാഡിയാണ്, വൈബ് ബ്രദറാണ്. ഇന്ദ്രൻ മറ്റുള്ളവർക്ക് ധൈര്യം പകരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? വാർഷിക എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ എന്നെ കണ്ടത് ആദ്യം പറഞ്ഞതാണ്. അത് എന്റെ നിശാന്തയുടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ കളവനായിട്ട് ലോകേഷിന്റെ അത് ഉള്ളതാണോ? അത് ഉള്ളതാ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭയങ്കര പുള്ളി ചെയ്യണം എനിക്ക് ആഗ്രഹമുള്ളത് ലോകേഷ് പറഞ്ഞതാണ്. പ്രകാശ് രാജും സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. കമലഹാസൻ. ഇതിപ്പോ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ കുറച്ച് ധീരതയുള്ള ആൾക്കാരാണ്. ധീരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ടീം ധീരമാണ് ജോയിൻ ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾക്ക് ധീരത ഇല്ല? ഓക്കെ, അപ്പം ഡയറക്ടറിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ധീരം? ധീരം ഡിസംബർ 15 ആക്ച്വലി. ഓക്കെ, എന്താണ് ധീരം? ഞാൻ കേട്ടത് എന്നാണ് ധീരം. എന്താണ് ധീരം ഇസ് എൻ ഇൻവെസ്റ്റിഗേഷൻ മൂവി. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു മലയാള സിനിമയാണ്. തീർച്ചയായും നമ്മുടെ നോർമൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലുള്ള എല്ലാ ടെംപ്ലേറ്റുകളും നമ്മുടെ സിനിമകളിലുണ്ട്. പക്ഷെ നമ്മുടെ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ചില എലമെന്റ്സ് ഉണ്ട്. അതാണ് ധീരം. അത് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഒരു 2 ഗ്രാഫിൽ പോകുന്ന ഒരു സിനിമയാണ് ആക്ച്വലി. പിന്നെ ആർക്കും ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. കാരണം ഈ സിനിമ നമ്മൾ അനാവശ്യമായ ഒരു നമ്മുടെ സിനിമയുടെ പ്ലോട്ടിൽ നിന്ന് മാറി മറ്റൊരു കഥയിലേക്ക് സഞ്ചരിക്കുന്ന പരിപാടിയില്ല. എന്താണോ സിനിമ, ആ സിനിമ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് പോകുന്നുള്ളൂ. പിന്നെ തീർച്ചയായും ഒരു സോഷ്യലി ഒരു ഇഷ്യൂവിനെയും കൂടി നമ്മൾ ഈ സിനിമയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ സിനിമ എവിടെയെങ്കിലും കണക്ട് ആവുമായിരിക്കും. ബാക്കി നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം. ഞാൻ കേട്ടു ഏറ്റവും കൂടുതൽ അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ധീരം എന്ന് കേട്ടു. അതെ, അത് ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ധീരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് നല്ല ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അത് നമ്മളിപ്പം ഏത് സിനിമയിലും കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഈ സിനിമയിൽ ഒരുപാട് റെലവെന്റ് ആയ ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വെറുതെ വന്നു പോകുന്ന ആളുകളല്ലാണ്ട് അവരുടെ ക്യാരക്ടറിന് ഒരു റെലവൻസ് ഉണ്ട് സിനിമയിൽ. അതുകൊണ്ട് തന്നെ ആ സിനിമ അങ്ങനെ ഒരു രീതിയിൽ കൂടി സ്പെഷ്യലാണ്. ഇപ്പൊ അഷികയുണ്ട്, റബയുണ്ട്, ദിവ്യയുണ്ട്, അവന്തികയുണ്ട്, പിന്നെ ദേവി അജിത്ത്, അങ്ങനെ ചില ആളുകളുണ്ട്. ചില നമുക്ക് പേര് പറയാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ആ സിനിമയിൽ. ചില ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം അങ്ങനെയുണ്ട് കുറച്ച് ആളുകൾ. അപ്പൊ ഒരുപാട് ഈ പറയുന്ന അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ദേവി അജിത്ത് ചെയ്ത ക്യാരക്ടർ പോലും ഒരു ഭയങ്കര സ്ട്രോങ് ആയ ഒരു ഓഫീസറാണ്, ഹ്യൂമൻ റൈറ്റ്സ്. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. പിന്നെ അത് അല്ലാണ്ട് തന്നെ നമ്മുടെ വളരെ ഫെമിലിയർ ആയ അജ്ജേട്ടനുണ്ട് സിനിമയിൽ, രഞ്ജിയേട്ടനുണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട് സിനിമയിൽ, ശ്രീജിത്ത് വിജയൻ ഉണ്ട്, അങ്ങനെ ഞാൻ ഇവിടെ ഇല്ലാത്ത ആളുകളെ ചേട്ടൻ ഇനി എന്നെ വിട്ടുപോയാ. ഓക്കെ, അങ്ങനെയാണ്. ഇന്ദ്രേട്ടാ, ഈ ഇതിന്റെ പ്രമോഷൻസിന് പോകുമ്പോ ഫുൾ വൈബ് ആണല്ലോ. ഡാൻസ്, പാട്ട്, വേറെ വൈബ്. കാരണം മനസ്സിലായില്ലേ, നിങ്ങളൊരു ടീമിന്റെ ആണോ? തീർച്ചയായിട്ടും ടീമും ഫുൾ ഒരു വൈബുള്ള ടീമാണ്. അപ്പൊ അങ്ങനെ ടീമിന്റെ കൂടെ നമ്മൾ പ്രൊമോഷൻ പോകുമ്പോൾ നമ്മളും വൈബ് ആയിരിക്കണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഡാൻസും പാട്ടും. ആക്ച്വലി ചേട്ടൻ ഭയങ്കര വൈബാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചേട്ടനോട് ആളുകൾ അത്ര വൈബ് ആവാത്തോണ്ടാണ്. ചേട്ടൻ ഭയങ്കര വൈബാണ്. ചേട്ടൻ നിങ്ങളെക്കാട്ടൊക്കെ വൈബാണ്. സീരിയസ്, ഞാൻ അറിയുന്ന ചേട്ടൻ
പൊളിയാണ്. അതെനിക്ക് തോന്നുന്നു ചേട്ടൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന പോലെ ഭാവിക്കുന്നുണ്ടാണോ? അല്ല, ഞാനത് റിസർവ്ഡ് അല്ല, ഞാൻ ഒരിക്കലും reserved അല്ല. നമുക്ക് പക്ഷെ വെറുതെ ഒരു സ്ഥലത്ത് വരിക്കുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ വൈബാണ്. ഞാൻ ആക്ച്വലി ഞങ്ങൾ ആദ്യം കുറെ നേരം സംസാരിക്കായിരുന്നു. ആര്? ഓ, അത് ആദ്യം പറഞ്ഞത്. അത് ഞാൻ തൊട്ടടുത്ത് അതെപ്പോഴാണ് കുറച്ച് മുന്നേ കുറെ നേരം ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. അതെന്തിനാ വിട്ടുപോകുന്നത്? അല്ല, ആ സമയത്ത് ഇന്ദ്രേട്ടൻ വന്നു. അപ്പൊ പെട്ടെന്ന് ഇവിടെ സൈലന്റ് ആയി. ഒരു മിനിറ്റ്, അപ്പൊ അത് ആരുടെ പ്രശ്നം? അത് സാധനത്തിന്റെ പ്രശ്നമല്ലേ? ഞാൻ നോക്കുമ്പോ മിണ്ടുന്നില്ല. അത് പെട്ടെന്നൊരു ബഹുമാനം. അതിന് പിന്നെ നമ്മള് കുഴപ്പമില്ല. പിന്നെ കമ്പനി. എങ്ങനെയുണ്ട് ഇപ്പൊ ഇന്ദ്രേട്ടന്റെ കൂടെ ഫസ്റ്റ് ടൈം അല്ലേ ആക്ട് ചെയ്യുന്നത്? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സീനിയർ ആക്ടർ ആണ്. സത്യം പറഞ്ഞ കിളി പോയിട്ടാണ് ഫസ്റ്റ് ഷോട്ടിലേക്ക് പോണത്. അതായത് ഫസ്റ്റ് ഷോട്ട് എന്താണെന്നുള്ള എനിക്ക് അറിയണ്ടായിരുന്നില്ല. ജിതിനേട്ടൻ ഫസ്റ്റ് വന്നിട്ട് രാവിലെ ഇതാണ് സീൻ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു, ഡയലോഗ്സ് ഒക്കെ തന്നു. ഞാൻ നോക്കുമ്പോ എല്ലാവരും ഉണ്ട്, സീനിയർ ആയിട്ടുള്ള എല്ലാ ഭീകരമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും. ദിവ്യ ചേച്ചി ഉണ്ട്, വിശാന്ത് ചേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്. ഫസ്റ്റ് സീൻ തന്നെ മറ്റേ സത്യം പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ദ്രേട്ടൻ വന്നു, അപ്പൊ ഡയലോഗ്സ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ദ്രേട്ടനാണ് കുറേ ഹെൽപ്പ് ചെയ്തത്. ഡയലോഗ്സ് ഇംപ്രൊവൈസ് ചെയ്യാനും, ഇതിങ്ങനെ പറഞ്ഞാൽ നന്നായിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും, നീ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് അത് കട്ട് ചെയ്ത് കുറേ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലായിരുന്നു ചേട്ടൻ അങ്ങനെയാണ്. ഇപ്പൊ ചേട്ടൻ ഒരു ആർട്ടിസ്റ്റിനെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. സപ്പോർട്ട്. ഒരു പുതിയ ആർട്ടിസ്റ്റ് വന്നിട്ട് ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീനാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഭയങ്കര ഒരു പേടി ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നോട് തന്നെ ഇപ്പൊ അവന്തിയിൽ ഇന്ദ്രജിത്ത് സാർ, ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ ഭയങ്കര കൂളാക്കും. പക്ഷെ ഞാൻ മാത്രം കൂളായിട്ട് കാര്യമില്ല. ഈ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും അവർ ആ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക്, ചില ആൾക്കാരുണ്ടാവും നമ്മൾ സീനിയർ ആണെന്നുള്ള രീതിയിൽ അധികം സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഇവർക്ക് ആ ഒരു ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചേട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചേട്ടൻ അവരെ ഫസ്റ്റ് ചേട്ടൻ മനസ്സിലാവും അവർ ടെൻസ്ഡ് ആണെന്ന്. ചേട്ടൻ പോയി അവരെ വളരെ കൂളാക്കി, എന്തിനാണ് ഇതൊന്നും വിഷയമല്ല, ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. സോ ഹീസ് എൻ ആക്ടർ who himself act and also compliment the എന്താ പറയാ കൂടെ അഭിനയിക്കുന്ന. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സീനില് ഒരു 5 പേര് അഭിനയിക്കുമ്പോൾ നമ്മൾ മാത്രം കാര്യമില്ല. എല്ലാവരുടെയും പെർഫോമൻസസ് നന്നാകുമ്പോഴാണല്ലോ ആ മൊത്തം സീൻ എലിവേറ്റ് ആവുന്നത്. ഇപ്പൊ ഈ പേരെടുത്ത് പറഞ്ഞാൽ മാത്രമല്ല, ഇതിനകത്ത് കുറെ പുതിയ ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. യങ്സ്റ്റേഴ്സിന്റെ ഒരു കഥ പറയുന്ന സിനിമ കൂടിയാണ്. അപ്പം കുറെ സ്കൂൾ കോളേജ് ആ ഒരു പ്രായത്തിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെ, പുതിയ ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്. അവരെയൊക്കെ ജിതിലും ടീമും ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സിനിമയിൽ തീർച്ചയായിട്ടും ഞാനത് പറയാൻ വിട്ടുപോയി. ചേട്ടൻ പറഞ്ഞപ്പോൾ താങ്ക് യു ചേട്ടാ. ഒരുപാട് പുതിയ ആളുകളുണ്ട്. അതായത് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഷോർട്ട് ഫിലിംസും ഇതൊക്കെ നടന്നിങ്ങനെ ഇതിന് ബാക്കിൽ ഓടുന്ന ആൾക്കാർ. അതിൽ ചില ആൾക്കാർ ഞാൻ മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ നമ്മൾ ഓഡിഷൻ വെച്ചിട്ട് തന്നെ, ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി ഓഡിഷൻ വെച്ച് അവർ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ടാണ് അവരിലേക്ക് വന്നത്. സോ അവർ നന്നായി ഇതിൽ പെർഫോം ചെയ്തിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളും അത് വിശ്വസിക്കും, പ്രത്യാശിക്കുന്നു. ഞാൻ കുറച്ച് നാളായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഈ ക്യാമറ മുമ്പിൽ എത്തുമ്പോൾ ഒരു ഫസ്റ്റ് ഡേയ്സിലൊക്കെ ആ ഒരു ടെൻഷനും മൊത്തത്തിൽ എപ്പോഴും ഒരു ടെൻഷനോട് കൂടി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഷിക പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്താ പറയാ, എന്തിനാ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു കണ്ണ് ഒരു ഡയലോഗ് പറയേണ്ട ഒരു സമയത്ത് അനാവശ്യമായിട്ട് കണ്ണിന്റെ അവിടെ ഒരു സ്ട്രെയിൻ, അത് ഞാൻ തന്നെ അറിഞ്ഞില്ല അത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നേന്നുള്ളത്. അത് എന്തിനാ എൻ്റെ അടുത്ത് അത് ഇവിടുത്തെ ആ ഒരു പിടുത്തം ഒന്ന് വിട്ടിട്ടൊന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്, മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നല്ലേ കണ്ണിനോട് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ എനിക്കും സുഖമായി പറയാനും. അങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് എന്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പം ചെറിയ സീനിയേഴ്സിന് മാത്രമല്ല അല്ലെ, ജൂനിയേഴ്സിന് മാത്രമല്ല, സീനിയേഴ്സിന്. അത് ആക്ച്വലി എന്താ അറിയോ, നിങ്ങളൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്ത റീടേക്ക് പോകില്ലല്ലോ, എല്ലാരും സെറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, എന്താണ് ഈ ഒരു ധീരം? ഇപ്പം ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് വരും, എന്തായാലും കുറെ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ധീരത്തിലേക്ക് ഇത് സെലക്ട് ചെയ്യാമെന്ന് തോന്നിയത് എന്താ? ഇപ്പൊ നേരത്തെ ജിതിൻ പറഞ്ഞ പോയിന്റുകളാണ്. അതായത് ഇപ്പോഴും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സിന് ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കോമൺ ടെംപ്ലേറ്റ് നമുക്ക് എല്ലാ സിനിമകളിലും എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റും.
പക്ഷെ ആ സിനിമകളെ വ്യത്യസ്തമാകുന്നത് ഒന്ന് അതിന്റെ മിസ്റ്ററി ചുരുളഴിയുമ്പോൾ ഉള്ള ഒരു കഥ, ഒരു ബാക്ക് സ്റ്റോറി. ആ ബാക്ക് സ്റ്റോറിയാണ് എല്ലാ സിനിമകളെയും ഡിഫറെന്റ് ആകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് അങ്ങനെ നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കണ്ടു പരിചയമില്ലാത്ത ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബാക്ക് സ്റ്റോറി ഇതിനുണ്ട്. ഭയങ്കര ഡീപ്ലി ലെയേർഡ് ആണ്, ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുള്ള ഒരു ബാക്ക് സ്റ്റോറിയാണ്. ഒരാളുടെ കഥ പറയുന്നതല്ല, മൾട്ടിപ്പിൾ സ്റ്റോറീസ് പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്തുണ്ട്. ആ ബാക്ക് സ്റ്റോറി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്ലസ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ഉണ്ട്. അതായത് ഇപ്പം ഈ സ്റ്റാലിനും അതുപോലെ എന്നോടൊപ്പമുള്ള നിഷാന്തിന്റെ ക്യാരക്ടറും ദിവ്യയുടെ ക്യാരക്ടറും നമ്മൾ മൂന്നുപേരും കൂടെ ബിഗിനിങ് തൊട്ട് അവസാനം വരെ പാരലലി പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ഉണ്ട്. ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ട്രാക്ക് ഓൺ പേപ്പർ നമുക്ക് അത്ര ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ വിഷ്വലി അതിനൊരു പുതിയൊരു പാറ്റേൺ കൊണ്ടുവരാൻ ഡയറക്ടർ ജിതിൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു പുതിയൊരു ഇതായിട്ട് തോന്നി. കാരണം ഓരോ മർഡേഴ്സ് നടക്കുന്നു, ആ സ്പോട്ടിലെത്തുന്നു, തെളിവുകൾ എടുക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു റെഗുലർ സാധനം ബ്രേക്ക് ചെയ്തിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരു പുതിയ വിഷ്വൽ പാറ്റേൺ ആ സീൻസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കുറച്ച് ചേരുവകളുള്ളൊരു ഒരു പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ത്രില്ലറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ സിനിമയ്ക്ക് കൈ കൊടുത്തത്. ഞാൻ ഇതിന്റെ ട്രെയിലറിന് താഴേക്ക് കുറെ കോമൺ കമന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇന്ദ്രജിത്ത് ഏട്ടൻ ബാക്ക് ഓൺ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് കണ്ടു. എന്താ ഡയറക്ടറിന്റെ ആ കമന്റ്സ് കാണുമ്പോൾ തോന്നി? അല്ല, ഇന്ദ്രേട്ടൻ എന്ന് വെച്ചാൽ ഓൾവേസ് ലൈക്ക് ഹീസ് ഓൺ ട്രാക്ക്. പക്ഷെ ചേട്ടൻ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്നത് ചേട്ടന്റെ പൊട്ടൻഷ്യൽ ഇപ്പോഴും മര്യാദ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫുൾ ടു ദ ഫുൾ. ബിക്കോസ് ചേട്ടൻ, ഞാൻ ഭയങ്കര ചേട്ടൻ ഫാൻ ബോയ് ആണ്. ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ വട്ടുചെയ്യൻ, ഹാപ്പി ഹസ്ബൻഡ്സ്, ക്ലാസ്മേറ്റ്സ്, എല്ലാം. ഇപ്പൊ മീശമാതാലൊക്കെ നമുക്കന്ന് അറിയില്ല, നമുക്ക് ഇന്ദ്രജിത്തായിട്ട് ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മള് തിയേറ്ററിൽ പോയി കണ്ണൂര് എന്നെ സ്റ്റാറ്റി ചെയ്ത് പടം കാണുമ്പോൾ പെട്ടെന്ന് എന്റെ ഇന്റർവ്യൂ ആകുമ്പോൾ ഒരാൾ വന്നിട്ട് വടിച്ചേച്ച് വരണം, വട്ടപ്പേരോ ഇങ്ങനെ അതിങ്ങനെ ബുള്ളറ്റ് ചവിട്ടിയിട്ട് അതാ മീശയുടെ ലുക്കും വട്ടപ്പേര് പറയണ സാധനം. അപ്പൊ പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് സീനിൽ തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് അതാണ്. നമുക്കൊരു ഏറ്റവും അത് ചേട്ടൻ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പല പുതുമുഖ നടന്മാരെയും കാണുന്നത്, പക്ഷെ നമുക്ക് ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് അയാളെ രജിസ്റ്റർ ആവുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അതൊരു എന്താ പറയാ, അത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു കരിഷ്മയാണ്. ആ ഡയലോഗും നമ്മൾ ഓർത്തിരിക്കണം ഭയങ്കരമായിട്ട്. ഇത് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ല, വടിച്ചേച്ച് വരണം ഇത് പോവും. അത് പിന്നെ പുള്ളിയുടെ അല്ല. അപ്പം എനിക്ക് എന്തായാലും ചോദിച്ചു, ഞാൻ സോറി മിസ്റ്റേക്ക് കമന്റ്സ് കാണുമ്പോ തീർച്ചയായിട്ടും. അപ്പം എന്നോട് തന്നെ നമ്മുടെ ടീച്ചർ കണ്ടപ്പോ എന്നോട് കുറെ ആൾക്കാർ പേഴ്സണലി അയച്ചു, ഇന്ദ്രയുടെ സ്വാഗ് അങ്ങനത്തെ ഒരു സംശയം. ഒരിക്കലും അങ്ങനെ ഒരു, അതായത് ഈ എല്ലാ സിനിമകൾക്കും അതിന്റെ സാധനം. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് പുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്, ACP സ്റ്റാലിൻ എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര പൂണ്ട് വിളയാടി അല്ലെങ്കിൽ അതിൽ ചെയ്ത പോലും ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചേട്ടൻ ഈ സിനിമ ചെയ്തത്, ചേട്ടൻ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ചേട്ടന്റെ ക്യാരക്ടർ അപ്പുറം ആ സിനിമ അല്ലെ ചേട്ടൻ അതും കൂടി എൻറ്റയർ മൂവിനെയാണ് ചേട്ടൻ കൺസീവ് ചെയ്യുക. ഇതിനകത്ത് സ്റ്റാലിൻ ജോസഫ് എന്ന കഥാപാത്രം ബേസിക്കലി ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഈ കഥ പറയാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. കാരണം ഇയാളിലൂടെയാണ് ഓരോരോ കാര്യങ്ങൾ ചുരുളഴിഞ്ഞ് പ്രേക്ഷകനെ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന സീക്വൻസസ് ആണ്. അതിനുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കഥ മറ്റൊരുപാട് പേരുടെ കഥകളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് ഈ ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമ. അവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ശരിക്കും. അഷിക, അതുപോലെ ഒരുപാട് പേരുടെ കഥകളുണ്ട്. മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പ്രേക്ഷകർ കൂടെ കളറായിട്ട് എന്താണ് പണിക്ക് ശേഷം അതുപോലത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ആണോ ഇതില്? അല്ല, ഷെയ്ഡ്സ് ഒന്നുമില്ല. പിന്നെ ജിതിൻ ബ്രോ പറഞ്ഞ പോലെ ഞാൻ ഇന്ദ്രേട്ടന്റെ കട്ടൊരു ഫാനാണ്. ഇന്ദ്രേട്ടനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നു. ഞാൻ പറയത്തില്ല. ക്യാരക്ടർ എന്താ? ക്യാരക്ടർ ജോർജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഡീറ്റെയിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. മർമ്മ പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങൾ സിനിമയിൽ റിവീൽ ചെയ്യപ്പെടുന്ന എന്താണ് അങ്ങനെയാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ഒരു സ്റ്റോറിയിൽ ഒരു വഴിത്തിരിവ് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ള സീക്വൻസസിലേക്ക് പോകുന്നത് ഈ കഥാപാത്രങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു സാഗർ ഇപ്പം രാജേട്ടന്റെ
കുരുതി പ്രൊഡക്ഷൻ. കുരുതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, മല്ലികാമ്മേന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇന്ദ്രേട്ടന്റെ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരാളും കൂടി ഉണ്ട്, പൂർണ്ണ ചേച്ചി കൂടെ ആയിരിക്കും. വെച്ചിട്ടുണ്ടല്ലേ? ഇതേപോലെ മറ്റേ ലോകേഷിന്റെ അതും ഉള്ളതാണോ? അത് ഉള്ളതാ. പിന്നെ അല്ല, ഞാനൊരു ഭയങ്കര ലോകേഷ് ഫാനാണ്. ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്ത് സിനിമക്ക്, അപ്പൊ ലോകേഷ് അങ്ങനെയാണല്ലോ. എന്റെ സിനിമയുടെ ഫസ്റ്റ് ഒരു കണ്ടന്റ് ലോകേഷ് ലോഞ്ച് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹിക്കും. അപ്പൊ വളരെ നിയർലി അൺഇമ്പോസിബിൾ ആയ കാര്യങ്ങൾ. പുള്ളി അങ്ങനെ ഭയങ്കര പുറത്തേക്കുള്ള ആളുകളിലേക്കൊന്നും ഇറങ്ങി ചെല്ലാണ്ട് റിസർവ്ഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് പുള്ളി. അങ്ങനെ പക്ഷെ എങ്ങനെയോ നമുക്ക് പുള്ളിയിലേക്ക് എത്താൻ സാധിച്ചു. നമ്മുടെ ഡിസയറാണ്. അപ്പൊ നേരിട്ട് പുള്ളിയുടെ അന്ന് കൂലിയുടെ ഇത് നടക്കുന്ന സമയത്താണ് നമ്മൾ പോയത്. അപ്പം പുള്ളിയുടെ എഡിറ്റർ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ ഞാൻ പുള്ളിക്ക് നമ്മുടെ ടീസർ ഫസ്റ്റ് കാണിച്ചു. പുള്ളി ടീസർ മൊത്തം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഫസ്റ്റ് 2 കാര്യം പറഞ്ഞു. മ്യൂസിക് സൂപ്പർ ആയിരിക്കും, യാർ മ്യൂസിക് ഡയറക്ടർ അതിന്റെ അന്തൊരു പയ്യൻ ഇറക്കില്ലേ, എന്താ പണിയിൽ നടിച്ച പയ്യൻ, അവനെ സാഹസ അവൻ സൂപ്പർ, അവൻ പെരിയ ആക്ടർ, അവനെ വെച്ച് യഥാച്ച് பண்ணணும். വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞ വെരി ഗുഡ് ആക്ടർ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആർക്കാ പുള്ളി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ലോകേഷ് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. കാരണം പണി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനിപ്പോ ഇതിന് മുമ്പ് ഒരു വേദിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം അതിനകത്ത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വരാതെ കംപ്ലീറ്റ്ലി അതിനകത്ത് നമ്മളെ കുക്ക് ചെയ്ത് നിർത്തിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. ശരി, എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ പെർഫോമൻസസിൽ ഏറ്റവും നമ്മളെ പിടിച്ച് ഷേക്ക് ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു സെക്കൻഡ് പോലും അതിനകത്ത് പുറത്തു വരാതെ ആ ക്യാരക്ടറിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഫസ്റ്റ് ടു ലാസ്റ്റ്. അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ കരിയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ കിട്ടുക, അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മളിങ്ങനെ ആഗ്രഹിക്കില്ല ചാവണം എന്ന് പറയില്ല. അതാണ് അവരുടെ വിജയം. ഓക്കെ, നമ്മളിപ്പോ പണ്ടത്തെ വിധേയം എന്നുള്ള പറഞ്ഞ സിനിമയിൽ മമ്മൂക്കിയൊക്കെ ചെയ്തപ്പോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എത്രയോ ആളുകൾക്ക് അത് പുള്ളിയുടെ ഭയങ്കര, ഇല്ലെങ്കിൽ എവിടെയോ ലോകേഷ് ഒരു മലയാള സിനിമ കണ്ട് ഒരു പുതിയ നടനെ കുറിച്ച് സംസാരിക്കണം, അതൊരു ബ്ലെസ്സിങ് ആണ്. സ്റ്റേറ്റ് അവാർഡിന്റെ സമയത്ത് സൂപ്പർരാജ് പറഞ്ഞിരുന്നു, കമലഹാസൻ. ഇതിപ്പോ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ കാര്യം മലയാള സിനിമകൾ അത്രയും പേര് കാണുന്നു. സംഭവം കൂടിയാണ് അത് ഭയങ്കര കാര്യം. കാരണം വെച്ചാൽ നമ്മുടെ സിനിമ നമ്മളിപ്പം ഡിസ്ട്രിബ്യൂഷൻ തമിഴിലേക്ക് ഡബ് ചെയ്യണോ ചോദിച്ചപ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് പ്ലീസ് ഡബ് ചെയ്യരുത്, മലയാളമായിട്ട് കാണണം. അപ്പൊ അവര് വാച്ചിങ് മലയാളം മൂവീസ്. അത് ഭയങ്കര ഒരു നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ഭയങ്കര അഭിമാനമാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി നവഡേയ്സ് മലയാള സിനിമയുടെ ഗ്രാഫ് തന്നെ വേറെ ലെവലാണ്. തീർച്ചയായും എല്ലാ ആൾക്കാരിലേക്കും അത്രത്തോളം എത്തുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് സാഗർ എന്നോട് പറഞ്ഞു എന്നെ പുകഴ്ത്തുന്ന ചോദ്യം കൂടെ ചോദിക്കണം. ചുമ്മാ എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാൻ കേക്കല്ലേ. നിശാന്തന്റെ ക്യാരക്ടർ എങ്ങനെയാ ഇതില്? എന്താ പറയാ, ഇന്ദ്രന്റെ ക്യാരക്ടറിനൊപ്പം ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ജേണിയില് ത്രൂ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാരക്ടറാണ്. ജോസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ഒരാളല്ല, ശരിക്കും ഒരു ഗ്രൂപ്പായിട്ടാണ് കംപ്ലീറ്റ്ലി അതിന്റെ അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നതും ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസിലൂടെയാണ് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് എന്റെ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമല്ല, ജോസും ഉണ്ട്, പിന്നെ ദിയ പ്രഭാകർ എന്ന് പറഞ്ഞ നമ്മുടെ കഥാപാത്രം. ഇവർ മൂന്നുപേരുടെ ഒരുമിച്ചാണ് ആ ഒരു കംപ്ലീറ്റ് ട്രാക്കിൽ പോകുന്നത് ഫസ്റ്റ്. അതെ, എനിക്ക് ചേട്ടനെ പറയുമ്പോ ചേട്ടന്റെ ലുക്ക്, ചേട്ടൻ ഒരു വേറെ തന്നെ ഡിഫറെന്റ് ലുക്കാണ് നമ്മുടെ പടത്തിൽ. ചേട്ടൻ ഇതിനു മുമ്പ് ആ ഒരു ലുക്ക് മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ എന്നോട് നമ്മള് ചേട്ടനെ ഫസ്റ്റ് ലുക്ക് വിട്ടുമ്പോ തന്നെ ചേട്ടനെ കണ്ടപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് നിശാന്തായിരുന്നു, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. ജിതിന് എന്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പം ഈ ഒരു ലുക്കുമായിട്ടാണ് അത് ഇതായിരിക്കും ചേട്ടന്റെ. അതെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കും തോന്നി. അതെ, പുള്ളിയുടെ ഫേസിൽ അങ്ങനെ പുള്ളിക്ക് മാറി മറിയാൻ പറ്റും. പലതും നോക്കിക്കും നമ്മളിപ്പം ക്യാരക്ടേഴ്സ് നോക്കി ലോകിയായാലും അതിന് മുമ്പ് നമ്മുടെ ആർട്ടിസ്റ്റ് ഒക്കെ ഓരോ വേറെ സ്റ്റൈലില് പുള്ളിക്ക് അത് ഭയങ്കര ഭാഗ്യമാണ്. നിശാന്താന്റെ ഇതിൽ വേറെ തന്നെ ഒരു ഇതാണ്.
അതായത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തോ ഭയങ്കര സസ്പെൻസ് ഉള്ള ഞങ്ങളൊക്കെ ഞെട്ടുന്ന എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് നിങ്ങളുടെ പുറകിൽ ഉള്ളതെന്ന് നിങ്ങൾ എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ഫീമെയിൽ പെർഫോമൻസുകൾ ഉള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് അഷികയുടെ. എന്താ ജേർണലിസ്റ്റ് ആണോ? അതും പറയാൻ അങ്ങനെ 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 നമുക്ക് അങ്ങനെയൊന്നും അഷികയുടെ ക്യാരക്ടർ ഫിദ ഫാത്തിമ എന്ന് ഫിദ ഫാത്തിമ പറയുന്ന എന്നാണ് അതിന്റെ character. ക്യാരക്ടറിന്റെ പേര്. നമ്മുടെ സിനിമയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ക്യാരക്ടറാണ്. പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരാളാണ്. കഥയിലെ ഒരു ഏരിയയില് വരുന്ന ഒരു ക്യാരക്ടറാണ്. അതന്നെ ബാക്കി നിങ്ങൾ പോയി കണ്ടോ? നിങ്ങൾ കാണും. ഓക്കെ, എന്തായാലും നമുക്ക് ക്വിക്ക് ആയിട്ടേ ഒരു ധീരം റൗണ്ടിലേക്ക് പോവാം. ഓക്കെ. ആദ്യം ഇന്ദ്രേട്ടനോട് ചോദിക്കാം, ലൈഫിലെടുത്ത് ഏറ്റവും ധീരതയുള്ള ഒരു കാര്യം എന്തായിരുന്നു? തീരുമാനം, ഒരു പ്രവൃത്തി. ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന പറയുന്നത് ധീരതയോടെ എടുത്തൊരു ഡിസിഷൻ, കല്യാണം. അന്ന് 22 വയസ്സേ ഉള്ളൂ. അപ്പൊ 22 വയസ്സ് കല്യാണം കഴിക്കുന്നത് ആ സമയത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് മുന്നോട്ട് പോകാം, ഒരുമിച്ച് വളരാം എന്ന് തീരുമാനിച്ച് ഒരു റിസ്കി ഡിസിഷൻ ആയിരുന്നു ആ സമയത്ത്. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഇറ്റ് വർക്ക് ഫോർ മീ. അപ്പൊ അതുകൊണ്ട് പ്രോബബ്ലി ഏറ്റവും ബ്രേവസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് 22 ഇയേഴ്സിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ എനിക്കൊന്നും നമ്മള് മലയാളം ഇൻഡസ്ട്രി കണ്ട ഭയങ്കര ബെസ്റ്റ് കപ്പിൾസിൽ ഒരാളാണ്. തീർച്ചയായും. എന്താ ആക്ച്വലി അതിന്റെ സീക്രട്ട് എന്താ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊരു സീക്രട്ട് ഒന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ലിവിങ് ആൻഡ് ലെറ്റ് ലിവിങ്, അത്രേ ഉള്ളൂ. നമ്മുടെ പാർട്ട്ണറെ അവരായിട്ട് തന്നെ അംഗീകരിച്ച് അവരോടൊപ്പം അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ റിലേഷൻഷിപ്സിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കോംപ്രമൈസസും ഉണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പും വർക്ക് ചെയ്യുള്ളൂ. അതിപ്പോ അച്ഛനും മോനും ആണെങ്കിലും ബ്രദർ സിസ്റ്ററും ആണെങ്കിലും എല്ലായിടത്തും ആ ഒരു കോംപ്രമൈസിന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമുണ്ട്. അത് നമ്മുടെ പാർട്ട്ണറിന്റെ കാര്യത്തിലും വേണം. And provided you can support each other and understand each other and always have a level platform. അവിടെ രണ്ടുപേർക്കും വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. Probably that's the reason. ഇന്ദ്രേട്ടൻ ഒരു വൈബ് ഡാഡിയാണോ അല്ലെങ്കിൽ വൈബുള്ള ഒരു ഡാഡി? ഞാനൊരു വൈബ് ഡാഡിയാണ്. ഇന്ദ്രൻ വൈബ് ഡാഡിയാണ്, വൈബ് ബ്രദറാണ്. ഇന്ദ്രൻ അതെനിക്ക് കോളേജിൽ പോയ പെർഫോമൻസ് പോയിട്ട് അങ്ങ് നക്ഷത്രം അവിടെ പഠിക്കാം. പ്രാർത്ഥന. ഇന്ദ്രൻ ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾ വന്ന് കയറിയപ്പോ നിങ്ങൾ സൈലന്റ് ആയി നടക്കുന്നത്. ഇത് എങ്ങനെ ഇന്ദ്രൻ ബ്രേക്ക് ചെയ്യും? അപ്പൊ ഇന്ദ്രൻ അങ്ങനത്തെ ഒരു ആള് ഇന്ദ്രനൊക്കെ ആ രീതിയിൽ വൈബായ ഇന്ദ്രൻ അതിക്കും വൈബ്. അതാണ് ഇപ്പൊ പ്രാർത്ഥന എന്ന് കോളേജ് വന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന് കോളേജിൽ പോയിട്ട് എന്തെങ്കിലും ഒപ്പിക്കാൻ ഞാൻ ഇന്ന് വരുന്നില്ല. ഇതൊന്നുമില്ല. പക്ഷേ ഈ ഇന്റർവ്യൂയുടെ തമ്പ് തന്നെ അതായിരിക്കും, ഇന്ദ്രേട്ടൻ ഒരു പൂക്കിയാണ്. അടുത്തത് ഡയറക്ടറിനോട് ചോദിക്കാം, ധൈര്യം വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താ? ധൈര്യം വരാൻ വേണ്ടിട്ട് ധൈര്യം വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്താൽ ഇതിങ്ങനെയൊക്കെ കോൺസിക്വൻസ് ഉണ്ടാവുന്നതിനെ കുറിച്ച് ഞാൻ ബോധമല്ല. ഐ ജസ്റ്റ് ലിവ് വിത്ത് ദ ഫ്ലോ. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും അങ്ങനെ വരും, ഞാൻ അതിനെ കുറിച്ച് ബോധമല്ല. എന്റെ മനസ്സിൽ എന്താ തോന്നുന്നു ഞാൻ അത് ചെയ്യും. ചിലപ്പോ ഒറ്റ മൈൻഡാണ് അത്. ചിലപ്പം അത് നല്ലത് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ മോശം വരും. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രത്തോളം ലൈക്ക് ഇപ്പം ഇവിടെ ഈ ഇരിക്കുന്നത് പോലും അങ്ങനെ ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ പല അഭിപ്രായങ്ങളും നമ്മൾ ഇങ്ങനെ തോട്ട് പ്രോസസ്സിലേക്ക് വെച്ചത് അങ്ങനെയാവും, അങ്ങനെ തോട്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് കൺഫ്യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഓക്കെ, ഇതാണ് എന്റെ ഇൻഡ്യൂഷൻ പറയുന്നത്, ഗോ വിത്ത് ഇറ്റ്. അതാണ് എന്റെ ഒരു സംഭവം. ഓക്കെ, നിശാന്തേട്ടാ, നിശാന്തേട്ടനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? പേടിപ്പിക്കുന്ന കാര്യം എന്താണ്? ക്യാമറ ഓഫ് ആക്കി ഞാൻ പറയുന്നത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടോ. ഒരു ക്രൗഡിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, അത് അതിനെ പറ്റിയുള്ള ആലോചന തന്നെ പേടിപ്പിക്കാറുണ്ട്. ഇത്രയും പേരുടെ മുമ്പിലേക്ക് ഇന്ന് എത്തണല്ലോ. അങ്ങനെ ഒരു പേടി, ടെൻഷൻ ഉണ്ട്. പിന്നെ സാഗറിനോട് ചോദിക്കാം, ഈ ഭയത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താ? ഭയം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അപ്പൊ തോറ്റോളും.
അപ്പൊ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്താ? ഇരുട്ട്, ഹൈറ്റ്, അങ്ങനെ കുറെ സാധനങ്ങളല്ലേ? എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്. ആ, അതിന് തോൽപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പണി ചെയ്തു ഓക്കെ. അഷിക, മറ്റുള്ളവർക്ക് ധൈര്യം പകരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഞാൻ മാറി നിൽക്കും. മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും പോയിട്ട് ഉപദേശിച്ച് മോട്ടിവേഷൻ ചെയ്യാറില്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ. പേടിയുണ്ട്, എന്തെങ്കിലും വിഷമം ഉണ്ടെന്ന് തോന്നുമ്പോൾ ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിൽക്കുന്ന പല സിറ്റുവേഷൻസും ലൈഫിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഐ തിങ്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നാളത്തേക്ക് ഒരു നാളെ ഇല്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഇതിൽ ഒറ്റ കാര്യം ചിന്തിക്കുമ്പോൾ ഭയങ്കര ബെറ്ററായി ഫീൽ ചെയ്യാറുണ്ട്. ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും. അത് പലരിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മോട്ടിവേഷൻ ആയിട്ടൊന്നും പറഞ്ഞതല്ല, ലൈക്ക് ഐ ഫെൽറ്റ് ദാറ്റ് മേ ഹെൽപ്പ്. അപ്പൊ അത് കുറെ പേർക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഷിക എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കണ്ടത് ആദ്യം പറഞ്ഞതാണ്. അത് എന്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ കളവനായിട്ട് ആക്ച്വലി ഇവിടെ ക്യാമറമാൻ ചോദിക്കാൻ പറഞ്ഞു, നിഷാന്ത് സ്റ്റിൽ എങ്ങനെ ഇങ്ങനെ? എനിക്കൊന്ന് മറ്റേ കായിക ചികിത്സക്ക് ഫസ്റ്റ് വന്നപ്പോ തന്നെ ഞാൻ കാണുമ്പോ തന്നെ ഭയങ്കര ഫിറ്റ് ആയിട്ട് ഭയങ്കര ഒറേറ്റിക് ആയിട്ട് വരുന്ന ഒരാളാണ്. ഭയങ്കര രസം, ഭയങ്കര എനർജി, ഭയങ്കര ഹാൻസം. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് സിനിമയിൽ വരുന്നത്. ആ പ്രായത്തിൽ ഞാൻ സിനിമയിലെത്തി. അതെ, അതുകൊണ്ടാണ് അപ്പൊ ഒരേപോലെ ഫോർ എവർ ഭയങ്കര യങ്, ഹാൻസം ആൻഡ് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അഷിക ആ ഒരു എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് പോകുന്നൊരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നി. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ധീരം തിയേറ്റേഴ്സിലേക്ക് എത്തുവാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വൈബ് പോലെ തന്നെ വളരെ അടിപൊളി ഒരു സിനിമയാവട്ടെ. അപ്പോൾ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങൾക്കും ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാനും അഭിനയിക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.